عن النبي صلى الله عليه وسلم أنه إذا كان أتاه السائل أو صاحب الحاجة قال اشفعوا تؤجروا وليقضي الله على لسان رسوله ما شاء رواه الشيخان واللفظ للبخاري. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഈ ഹദീസ് ആദ്യമായിട്ട് റിവായത്ത് ചെയ്യുന്നത് ആരാണ്? അബൂ മൂസൽ അശ്അരിയാണ്. അബൂ മൂസൽ അശ്അരി ഈ ഖബീല, അശ്അരി എന്ന ഖബീല അത് യമനിലുള്ള ഖബീലയാണ്. അദ്ദേഹം യമൻകാരനാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അബ്ദുല്ലാഹ് ഇബ്നു ഖൈസ് അൽ യമാനി. അദ്ദേഹം ധാരാളം ഫളായിലുകളുള്ള സഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഖിറാഅത്ത്, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം, അത് അദ്ദേഹത്തിന്റെ സ്വരം അത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്വരം പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ശേഷം കൂഫയിലെ അമീറായിരുന്നു. ഇങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ആവശ്യക്കാരൻ എന്തെങ്കിലും പണമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരികയാണെങ്കിൽ, ഔ സാഹിബു ഹാജത്തിൻ, എന്തെങ്കിലും ഒരു ആവശ്യക്കാരൻ വരികയാണെങ്കിൽ, ഖാല ഇശ്ഫഉ തുഅ്ജറു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം, നിങ്ങൾക്ക് അജ്ർ നേടാൻ, പുണ്യം നേടാൻ, പ്രതിഫലം നേടാൻ സാധിക്കും. വൽയഖ്ദില്ലാഹു അലാ ലിസാനി റസൂലിഹി മാ ഷാ, അല്ലാഹു അവന്റെ റസൂലിന്റെ നാവിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത് അവൻ വിധിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു ഹദീസ് ധാരാളം ഫവായിദുകളുള്ളതാണ്. അതിലൊന്നാമത്തത് ഷഫാഅത്ത് എന്ന് പറയുന്ന വിഷയം. എന്താണ് ഷഫാഅത്ത്? ഒരാളുടെ ആവശ്യം മറ്റൊരാളോട് നേരിട്ട് അയാൾ ബോധിപ്പിക്കുന്നതിന് പകരം അയാളുടെ ആവശ്യം മറ്റൊരാൾ ഏറ്റെടുത്തുകൊണ്ട് അയാൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു വ്യക്തിയിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് അങ്ങേയറ്റം പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലുള്ള ഫവായിദുകൾ എന്താണ്? ഒന്ന്, ആളുകളുടെ പാവപ്പെട്ട അതല്ലെങ്കിൽ ആവശ്യക്കാരായ ആളുകളുടെ അഭിമാനം അതിലൂടെ സംരക്ഷിക്കപ്പെടും. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം പുണ്യം ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യത്തെ സംബന്ധിച്ച് ഈ ഷഫാഅത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുള്ളത് സകാത്തു അസ്സിയാദ, ഒരാളുടെ ആഢ്യത്വത്തിന്റെ, അയാളുടെ പേരിന്റെയും പെരുമയുടെയും ആളുകൾക്കിടയിലുള്ള നിലയുടെയും വിലയുടെയും സകാത്താണെന്ത്, ആളുകൾക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞാൽ 4-5 ആളുകൾ കേൾക്കുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ആ ഒരു സിയാദത്ത്, നമ്മുടെ ഒരു ജാഹ് ഉണ്ടല്ലോ, ആ പേരും പെരുമയും, അതിന്റെ സക്കാത്താണെന്ത്, നമ്മൾ ആവശ്യ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു, മൻ യശ്ഫഅ ശഫാഅതൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ, ആരെങ്കിലും നല്ല ഒരു ശഫാഅത്ത് ചെയ്യണം എങ്കിൽ അവന് ആരാണോ അതിൽ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത്, ആ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന ആളുടെ ഒരു പ്രതിഫലത്തിന്റെ ഒരു വിഹിതം ആ ഷഫാഅത്ത്
ചെയ്ത ആൾക്കുണ്ടാകും. വമൻ യശ്ഫഅ ശഫാഅതൻ സയ്യിഅതൻ യകുൻ ലഹു കിഫ്ലു മിൻഹാ. ഇനി ഒരാള് ചീത്ത തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടി ശഫാഅത്ത് പറയാണ്. എന്താണ്? ഒരു തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, തെറ്റായ ഒരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം ആവശ്യപ്പെടുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ശഫാഅത്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആ കുറ്റം ആർക്കുണ്ട്? ആ ശഫാഅത്ത് ചോദിച്ച ആൾക്കുണ്ട്. അപ്പോ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വിഷയമാണ് أنه كان كثيرا ما يكتب إلى أرباب الولايات شفاعات لم يقصده فقال المتولي له صاحب السلطة يوما إنك تكتب إلينا في قوم لا نريد أن نقبل فيهم شفاعة ونشتهي ألا يرد رقعتك. അപ്പോ ഈ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ധാരാളം കത്തുകൾ എഴുതും. അഥവാ അമീർമാർക്ക്, ഓരോ നാടുകളിലുള്ള അമീർമാർക്ക് ധാരാളം കത്തുകൾ എഴുതും. അതിലെന്താ ഉണ്ടാവുക? ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ ഉണ്ടാവാം, അവരുടെ ദാരിദ്ര്യം, അവരുടെ മുസീബത്തുകൾ പറഞ്ഞിട്ട് അവർക്ക് അതിലെന്ത് വേണം? അവർക്ക് അതിലൂടെ ശഫാഅത്ത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ധാരാളം കിതാബുകൾ, എന്തൊരു ആവശ്യം അദ്ദേഹത്തിന്, ആവശ്യം എവിടെ കാണുകയാണെങ്കിലും അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം അപ്പം എന്ത് ചെയ്യും? ലെറ്റർ എഴുതും. അങ്ങനെ ധാരാളം ലെറ്റർ എന്ത് ചെയ്യും? ഓരോ ഗവർണർമാർക്കും ലഭിച്ചു. അങ്ങനെ അവര് ഒരിക്കൽ ഇബ്നു ഖുദാമയോട് ചോദിച്ചു, താങ്കൾ ഇങ്ങനെ കുറേ എഴുതുന്നുണ്ട്, ഞങ്ങൾക്ക് ഇതെന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാത്തിലും ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഇനി ചില ആളുകളുടെ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതേ അവസരത്തിൽ താങ്കളുടെ ഒരു കത്ത് ഞങ്ങൾക്ക് മടക്കുന്നത് ഞങ്ങൾക്ക് എന്തുമാണ്? വിഷമകരമായിട്ടുള്ള കാര്യമാണ്, താങ്കളുടെ ഇത്രയും അടുത്തുള്ള ബന്ധത്തിന്റെ പേരിൽ. അപ്പോ ഇമാം ഇബ്നു ഖുദാമ പറയും, അമ്മ അന ഫഖദ് ഖദൈതു ഹാജതൻ മൻ ഖസദനി. ആരെങ്കിലും എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക എങ്ങനെയാണ്? ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുന്ന തരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു കത്ത് എഴുതും. എനിക്കത് സാധിക്കുന്നില്ലെങ്കിൽ, നേരിട്ട് അത് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, വഅൻതും ഇൻ അറദ്തും തഖ്ബലു റുഖഅതി വഇല്ലാ ഫല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ എന്ത് ചെയ്താൽ മതി? ആ ലെറ്ററുകൾ സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്വീകരിക്കേണ്ട. ഫഖാല ലഹു ലാ നറുദ്ദുഹ അബദൻ. അപ്പൊ അവർ പറഞ്ഞു, ആ ഗവർണർമാർ പറഞ്ഞു, ഇനി ഞങ്ങൾ ഒരിക്കലും താങ്കളുടെ എന്ത് ചെയ്യില്ല, ആ കത്തുകൾ, നിവേദനങ്ങൾ ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ഇദ്ദേഹത്തിന് സാധിക്കാത്ത സദഖകൾ, ഇദ്ദേഹത്തിന് സാധിക്കാത്ത ആവശ്യ നിർവഹണങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയാണ്? അത് കഴിയുന്ന ആളുകളോട് പറഞ്ഞിട്ടാണ്. അപ്പൊ നമ്മള് ഈ ഒരു അജ്ർ, ഒരു വാക്കാണ് ഇത് നമ്മൾ പറയേണ്ടുള്ളൂ, ഒരു വാക്ക്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന എന്താണ്? ആ ചെലവഴിക്കുന്ന ആളുടെ അജ്ർ നമുക്ക് ലഭിക്കും. അപ്പൊ ഏതൊരാവശ്യം നമ്മൾ കണ്ടറിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ സാധ്യതയുള്ള ആളുകളോട് എന്ത് ചെയ്യണം? അവരുടെ കാര്യത്തിൽ പറയണം. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കലാണ് ഒന്നാമത്തെ കാര്യം. അത് നമ്മുടെ കയ്യിൽ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. ഇത് അങ്ങേയറ്റം പുണ്യകരമാണ്. ഖുർആനിൽ സൂറത്തു നിസായിൽ ആയത്ത് വന്നു, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് വന്നു. അപ്പോ ഇതൊരു താലിബുൽ ഇൽമിന്റെ രീതിയായിരിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യൻ നാസ ജമീഅ. ഏതൊരാൾ മനുഷ്യരെ ജീവിപ്പിച്ചോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ജീവിപ്പിച്ചോ, അവൻ ജനങ്ങളെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാണ് എന്നതിന്റെ അർത്ഥം, ഏതെങ്കിലും ഒരു വ്യക്തി എന്താണ് പ്രതികാരത്തിന്റെ പേര് കൊല്ലപ്പെടാൻ സാധ്യതയിലിരിക്കുകയാണ്. അപ്പൊ എന്താണ്, അദ്ദേഹത്തെ കൊല്ലരുത് എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്താണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങേയറ്റം വലിയ ശഫാഅത്താണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹം സംരക്ഷിക്കുകയാണെങ്കിൽ ലോക ജനതയുടെ മുഴുവൻ ജീവൻ സംരക്ഷിക്കുന്നതിന്റെ അജ്ർ അയാൾക്ക് ലഭിക്കും. അപ്പൊ ഈ അർത്ഥത്തിൽ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ വെറും ആളുകളുടെ ആളുകളുടെ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം മാത്രം നിർവഹിക്കുന്നതല്ല, മറിച്ച് അവർക്ക് ആരെങ്കിലും നിന്ന് ഒരു ഉപദ്രവം വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉപദ്രവം നീക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞാൽ പറയാൻ സാധിക്കുന്ന ആളുകൾക്കിടയിൽ പേരും പെരുമയുള്ള ആളുകൾ സംസാരിക്കുക എന്നുള്ള ശഫാഅത്താണ്. ഇനി ആർക്കെങ്കിലും ഒരു കടബാധ്യത ഉണ്ട്, അയാൾക്ക് വീട്ടാൻ അത് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് തന്നെ കുറച്ചെന്ത് ചെയ്യാൻ സമയം ദീർഘിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നത്, ഇതെല്ലാം ശഫാഅത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരാളോട് ദുൽമ ചെയ്തു പോയി, ആ ദുൽമ എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ദുൽമ ചെയ്ത ആളുടെ അടുക്കലേക്ക് പോകാൻ അങ്ങേയറ്റം പ്രയാസകരം, അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം, ജാഹുള്ള പെരുമയുള്ള പേരുള്ള ഒരാൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തോട് ആവശ്യപ്പെടണം, അദ്ദേഹത്തിന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ തരത്തിൽ ചെയ്യുക എന്നുള്ളത് അങ്ങേയറ്റം പുണ്യകരമായ കാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നുൽ ഖയ്യിം, ഇമാം അൽബാനി, ഇവർ പോലുള്ള ആളുകളൊക്കെ ധാരാളമായി കത്തെഴുതാറുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വിഷയം വന്നിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾക്ക് തൂക്കിക്കൊല്ലുക എന്നുള്ള ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ, അയാൾ കൊല്ലുക എന്നുള്ള ശിക്ഷ വിധിച്ചാൽ ആ ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, കത്തെഴുതാറുണ്ട്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, ഒരു നാട്ടിൽ നിന്ന് ഒരാൾക്ക് ഉപദ്രവങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യമോ ഏത് തരത്തിലെ കടമോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാറുണ്ട്, അവർക്ക് കത്തെഴുതുക, ശഫാഅത്ത് ചെയ്യുക എന്നുള്ളത് കാര്യമുണ്ട്. അപ്പോ ഒരു മുസ്ലിമിന്റെ ഒരു ഗുണം എന്താണ്, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അല്ലെങ്കിൽ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ജസദിൽ വാഹിദ്, ഒരു ഒറ്റ ശരീരം പോലെയാണ്. ഇദാ ഇശ്തക മിൻഹു ഉദുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ബാധിച്ചാൽ ശരീരം മുഴുവൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പനിയും ഉറക്കമിളക്കലും എന്ത് ചെയ്യും, സ്വീകരിക്കും. അപ്പൊ ഈ തരത്തിൽ ഏതൊരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് തന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, അതിൽ ഇടപെടുകയും സ്വന്തം അത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിർവഹിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, ശഫാഅത്ത് ചെയ്തുകൊണ്ട് ആ വിഷയം എന്ത് ചെയ്യും, പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അപ്പോ നമ്മുടെ ഈ ഹദീസ് എല്ലാവരും ഹിഫ്ള് ചെയ്യണം. വളരെ ചെറിയ ഹദീസാണ്. അൻ അബി മൂസ അൽ അശ്അരി قال رسول الله صلى الله عليه وسلم اشفعوا تؤجروا. ഇത്രയും മതി. اشفعوا تؤجروا. റവാഹു ബുഖാരി അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി. നമ്മുടെ ഹദീസ് അൻ അബി മൂസ അൽ അശ്അരി